അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തങ്ങൾ വിശ്വസിക്കാതിരിക്കുവാനുള്ള കാരണമായിക്കൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്നതിലൊക്കെ വലിയ തോതിൽ സംശയമുണ്ട് എന്ന് പ്രവാചകന്മാർ വന്ന സമൂഹങ്ങളിലെ സത്യനിഷേധികൾ അതത് കാലത്തെ പ്രവാചകന്മാരോട് പറഞ്ഞിരുന്നു എന്നാണ് കഴിഞ്ഞ ആയത്തിൽ 9-ാമത്തെ ആയത്തിൽ പറഞ്ഞവസാനിപ്പിച്ചത്. അതിനുശേഷം ഇന്ന് പഠിക്കുന്ന 10-ാമത്തെ ആയത്തിൽ അതിനു മറുപടിയായി പ്രവാചകന്മാർ അവരോട് പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചാണോ സംശയിക്കുന്നത്? ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാനുള്ള നേർവഴിയിലേക്ക് മാത്രമാണ് അവൻ നിങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ പ്രവാചകന്മാരോട് ആ നിഷേധികളുടെ മറുപടി ഇങ്ങനെയായിരുന്നു, നിങ്ങൾ ഞങ്ങളെപ്പോലെ കേവലം മനുഷ്യന്മാർ, എന്നിട്ട് നിങ്ങൾ ദൈവദൂതന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പൂർവികരായി ആരാധിച്ചു പോരുന്നതിനെയൊക്കെ ഉപേക്ഷിക്കാൻ ഞങ്ങളോട് പറയുകയാണ്. അതിന് ഞങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ വേണം. കഴിഞ്ഞ കാലത്തെ പ്രവാചകന്മാരും അവരുടെ ജനതകളിലെ നിഷേധികളും തമ്മിൽ നടന്ന ഈ സംഭാഷണമാണ് ഇന്ന് പഠിക്കുന്ന 10-ാമത്തെ ആയത്തിൽ വിവരിക്കുന്നത്. പ്രവാചകന്മാരെ ധിക്കരിച്ചതിൻ്റെ പേരിൽ അള്ളാഹു നശിപ്പിച്ച ജനസമുദായങ്ങളും അവരുടെ പ്രവാചകന്മാരും തമ്മിൽ നടന്ന സംഭാഷണങ്ങളാണ് ഇതടക്കമുള്ള ഏതാനും ആയത്തുകളിൽ തുടർന്നു വരുന്നത്. കാലത്ത് റുസുലുഹും, അവരുടെ പ്രവാചകന്മാർ അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്നതിൽ ഗുരുതരമായ സംശയമുണ്ട് എന്നതിന് മറുപടിയായിക്കൊണ്ട് ആ ജനങ്ങളോട് പ്രവാചകന്മാർ പറഞ്ഞു, അഫില്ലാഹി ശക്കുൻ, അള്ളാഹുവിനെ കുറിച്ച് സംശയമോ? ഒരിക്കലും സംശയിക്കാൻ പാടില്ലാത്ത ഒരു സംഗതിയായി പറയുന്ന ശൈലിയിലാണ് ഇത് പറയുന്നത്. ഫാത്തിരി സമാവാതി വൽ അർ, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്, പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിച്ചത് എന്ന് അംഗീകരിക്കുന്ന മക്കയിലെ അറബി സമൂഹത്തോടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. മുമ്പുള്ള പ്രവാചകന്മാരുടെ ജനതകളും നിരീശ്വരവാദികൾ അല്ലായിരുന്നു എന്നും ബഹുദൈവ വിശ്വാസികളായിരുന്നു എന്നും, എന്നാൽ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായ അള്ളാഹു എന്ന വലിയ ദൈവമുണ്ടെന്ന് അവർ കരുതിയിരുന്നുവെന്നും ഈ ചോദ്യത്തിൻ്റെ ശൈലിയിൽ നിന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അള്ളാഹുവാണ് എന്ന പ്രഖ്യാപനവും അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമോ എന്ന രീതിയിലുള്ള ചോദ്യവുമായിട്ടും ഇതിനെ മനസ്സിലാക്കാം. ഏതായാലും അള്ളാഹുവിനെ കുറിച്ചാണോ നിങ്ങൾക്ക് സംശയം? യദ്ഉക്കും, അവൻ നിങ്ങളെ ക്ഷണിക്കുമ്പോൾ, ലിയഗ്ഫിറ ലക്കും മിൻ ദുനൂബിക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി, വയുഅഖിറക്കും ഇല അജലിൻ മുസമ്മ, ഒരു നിശ്ചിത അവധി വരെ നിങ്ങളെ പിന്തിപ്പിക്കാനും നിങ്ങൾക്ക് അവസരം നൽകാനും. അതായത് അള്ളാഹു ഈ ദുനിയാവിൽ ഓരോരുത്തർക്കും നിശ്ചയിച്ചിട്ടുള്ള അവധി വരെ, വ്യക്തികൾക്കാകട്ടെ സമൂഹങ്ങൾക്കാകട്ടെ, ഈ ദുനിയാവിൽ അവൻ നിശ്ചയിച്ച അവധി വരെ നിലനിൽക്കാനുള്ള യോഗ്യത നേടുവാനാണ് അള്ളാഹു നിങ്ങളെ വിളിക്കുന്നത്. അള്ളാഹു അവൻ്റെ പ്രവാചകന്മാരിലൂടെ മനുഷ്യരെ ഉപദേശിക്കുന്ന കാര്യമാണ് ഇതിൽ പറയുന്നത്. മനുഷ്യൻ നന്നായാൽ അള്ളാഹുവിന് അതിൽ പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. പക്ഷേ കാരുണ്യവാനായ അള്ളാഹു മനുഷ്യർക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാനും ഈ ഭൂമിയിലെ ജീവിതകാലത്ത് പരലോകമോക്ഷത്തിന് അർഹത നേടുന്നതിനുള്ള അവസരം നൽകുകയുമാണ് പ്രവാചകന്മാർ കൊണ്ടുവന്ന ഈ സത്യസന്ദേശം സ്വീകരിക്കാൻ പറയുന്നതിലൂടെ. അങ്ങനെയുള്ള സത്യസന്ദേശത്തിലേക്കാണ് നിങ്ങളെ അള്ളാഹു വിളിക്കുന്നത് എന്ന് പ്രവാചകന്മാർ അവരോട് പറഞ്ഞപ്പോൾ, ഖാലു, അവർ പറഞ്ഞു, ഇൻ അൻതും ഇല്ലാ ബശറും മിഥലുനാ, നിങ്ങൾ ഞങ്ങളെപ്പോലെ കേവലം മനുഷ്യർ മാത്രമാണ്. എന്നിരിക്കെ തുരീദൂന അൻ തസുദ്ദൂന, നിങ്ങൾ ഞങ്ങളെ തടയാൻ ഉദ്ദേശിക്കുകയാണ്. അമ്മാ കാന യഅ്ബുദു ആബാഉന, ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചു പോന്നിരുന്നതിൽ നിന്ന്, ഞങ്ങൾ പൂർവികന്മാരായി ആരാധിച്ചു പോന്ന ദൈവങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയാനാണോ ഞങ്ങളെപ്പോലെയുള്ള കേവലം മനുഷ്യന്മാരായിട്ടുള്ള നിങ്ങൾ ദൈവത്തിൻ്റെ ദൂതന്മാരാണെന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഫഅ്തൂനാ ബിസുൽത്താനിൻ മുബീൻ, എങ്കിൽ വ്യക്തമായ വല്ല തെളിവും കൊണ്ടുവരൂ. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത വ്യക്തമായ വല്ല തെളിവും കൊണ്ടുവരൂ എന്നാണ് ആ ജനസമൂഹങ്ങളിലെ നിഷേധികൾ അവരുടെ പ്രവാചകന്മാരോട് പറഞ്ഞിരുന്നത്. സത്യനിഷേധത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും പേരിൽ അള്ളാഹു ശിക്ഷയിലൂടെ നശിപ്പിച്ച മുൻകാല പ്രവാചകന്മാരുടെ സമുദായങ്ങളിൽ കണ്ടുവന്ന സമാനതകൾ ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാം.
ഒന്ന്, അവർ സൃഷ്ടാവായ അള്ളാഹു ഉണ്ടെന്ന് അംഗീകരിച്ചിരുന്നുവെങ്കിലും അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കാതെ ബഹുദൈവ വിശ്വാസം സ്വീകരിച്ചവരായിരുന്നു. 2, പൂർവികന്മാരിൽ നിന്ന് പരമ്പരാഗതമായി ലഭിച്ച രീതികളും സമ്പ്രദായങ്ങളും ഇല്ലാതാക്കി നാട്ടിൽ കുഴപ്പമുണ്ടാക്കാനാണ് ഈ പ്രവാചകന്മാർ പുതിയ പ്രസ്ഥാനങ്ങളുമായി വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങളെ പ്രവാചകന്മാർക്കെതിരെ ഇളക്കിവിടുന്നവരായിരുന്നു അവർ. ഓരോ കാലത്തും വരുന്ന ഇസ്ലാമിക പ്രബോധകരും നവോത്ഥാന പ്രസ്ഥാനങ്ങളും ഇത്തരം ആരോപണങ്ങൾ നേരിടാറുണ്ട്. മൂന്നാമത്തേത്, പ്രവാചകന്മാരായി തങ്ങളെപ്പോലെ മനുഷ്യരല്ല വരേണ്ടത്, മലക്കുകളോ മറ്റോ ആയിരിക്കണമെന്നാണ് അവർ വാദിച്ചിരുന്നത്. നാലാമത്തേത്, പ്രവാചകന്മാർ അവരുടെ ബുദ്ധിക്ക് ബോധ്യപ്പെടുന്ന എന്തൊക്കെ തെളിവുകൾ കൊണ്ടുവന്നാലും പിന്നെയും അതുപോരാ, അത്ഭുത ദൃഷ്ടാന്തങ്ങൾ കാണിക്കണമെന്നാവശ്യപ്പെടുന്നവരായിരുന്നു അവർ. ഇതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ടുള്ള പ്രവാചകന്മാരുടെ ഭാഷണങ്ങളാണ് തുടർന്നുള്ള 2 ആയത്തുകളിൽ പറയുന്നത്. അത് ഇൻഷാ അല്ലാഹ് നാളെ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.